ലോകത്തുടനീളം ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ജയിലുകളിൽ കഴിയുന്ന കുറ്റവാളികളിൽ പകുതിയിലധികവും പുരുഷന്മാരാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തുടനീളമുള്ള ജയിലുകളിൽ സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം 50% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ഈ വർധന തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമല്ല. ഈ വലിയ വ്യത്യാസം കാണപ്പെടാൻ തുടങ്ങിയതാവട്ടെ കഴിഞ്ഞ 10 വർഷത്തോളമായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായും അവരുടെ അവകാശങ്ങൾക്കായും അതിലുപരി അവരുടെ നിലനിൽപ്പുകൾക്കുമായും സംസാരിക്കുമ്പോഴും സ്ത്രീ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതും കാണാതിരുന്നുകൂടാ. ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാറശാലയിലെ ഗ്രീഷ്മ. നിഷ്കളങ്കത, ക്ഷമ, കരുണ, ആർദ്രത ഇതെല്ലാം കൂടിയതാണ് സമൂഹത്തിലെ സ്ത്രീ സങ്കല്പം. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സ്ത്രീ? പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്ത്രീകൾ തഴയപ്പെടുകയും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് ഇരയാക്കപ്പെടുകയും ചെയ്യുന്നത് ഇന്നും തുടർക്കഥയാണ്. ലോകത്തെ എല്ലാ മേഖലകളിലും സ്വന്തമായുള്ള സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടും അടിസ്ഥാന ശമ്പളം പോലും ഏകീകരിക്കാത്ത അവസ്ഥയിൽ അവഗണിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചൂഷിതരാക്കപ്പെടുകയും ചെയ്യുന്നതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ് അവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയും. പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന മേഖലകളിൽ സ്ത്രീകൾ ആധിപത്യം ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതിനു പിന്നിലെ കാരണങ്ങളാവട്ടെ നിരവധിയുണ്ട്. പങ്കാളിയിൽ നിന്നുമുണ്ടാകുന്ന വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ചതി, വഴിവിട്ട ബന്ധങ്ങൾ തുടങ്ങിയവയാണ് കൊലപാതകങ്ങൾ നടത്താൻ സ്ത്രീകളെ നയിക്കുന്ന പ്രധാന കാരണങ്ങൾ. കൊലപാതകങ്ങളെക്കാൾ കൂടുതൽ ഇത്തരക്കാർ പങ്കാളിയുടെ ജീവിതം തകർക്കുകയോ വ്യാജ കേസുകൾ നൽകി അവരെ കുടുക്കുകയോ ചെയ്യുന്നു. ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല സംഭവങ്ങളും ഇത്തരം പകയുടെ പേരിൽ നടക്കുന്ന വ്യാജ കേസുകളാണ്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നർത്ഥം. ശോഭ അയ്യർ എന്ന സ്ത്രീയാണ് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാൾ. അധോലോക റാണി എന്ന വിശേഷണമുള്ള ശോഭ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മലയാളികളെ ഞെട്ടിച്ച ആദ്യ സ്ത്രീ കുറ്റവാളിയും ഒരു ശോഭ തന്നെയായിരുന്നു. ശോഭ ജോൺ എന്നായിരുന്നു അവരുടെ പേര്. കേരളത്തിൽ ആദ്യമായി ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയും ശോഭ ജോൺ തന്നെയായിരുന്നു. കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ശോഭയ്ക്ക് സ്വന്തമായ ഒരു ഗുണ്ടാപ്പട തന്നെ ഉണ്ടായിരുന്നു. കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കുറ്റവാളിയാണ് ഡോക്ടർ ഓമന. 1996 വിനോദസഞ്ചാര സ്ഥലത്ത് വെച്ച് കാമുകനെ അതിക്രൂരമായി കൊലപ്പെടുത്തി സ്യൂട്ട് കേസിലാക്കിയാണ് ഓമന കുറ്റവാളിയാകുന്നത്. ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിനും വർഷങ്ങൾ കൊണ്ട് തന്റെ കുടുംബത്തിലെ പലരെയും കൊലപ്പെടുത്തിയ കൂടത്തായിലെ ജോളിയും മറ്റ് 2 സ്ത്രീ ക്രിമിനലുകളാണ്. ഭർത്താവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ സ്വന്തമാക്കാനാണ് ഷെറിൻ ഭർത്താവിന്റെ പിതാവിനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഇതേ ഉദ്ദേശത്തോടെ ജോളി കൊലപ്പെടുത്തിയത് ഒരു കുടുംബത്തിലെ 6 പേരെയാണ്. കാമുകന്മാരോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊലപ്പെടുത്താൻ മടിയില്ലാത്തവരാണ് ചിലർ. കാമുകനായ ഷാറോൺ എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ ശേഷവും താൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ പോലീസുകാരോടൊപ്പം ചിരിച്ചും കളിച്ചും തെളിവെടുപ്പിനായി എത്തിയ ഗ്രീഷ്മ എന്ന 24-കാരിയെ മലയാളി അടുത്ത കാലത്തൊന്നും മറക്കാൻ വഴിയില്ല. മിടുക്കിയായ റാങ്ക് ഹോൾഡറായ പെൺകുട്ടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അവളെ അടയാളപ്പെടുത്തുന്നു. കുറ്റബോധം തെല്ലുമലട്ടാതെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കൊലപാതകം പോലും വളരെ സ്വാഭാവികമായ ഒരു വിഷയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത്തരം കൊടും ക്രൂരതകളിൽ സ്ത്രീകൾ ഉൾപ്പെടുമ്പോഴും എല്ലാ സ്ത്രീ കൊലപാതകങ്ങളെയും പൂർണ്ണമായും കുറ്റവാളികളെന്ന് വിധി എഴുതാൻ ആകുമോ? കാമുകന്മാരോടൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയവരുമായി താരതമ്യം ചെയ്യാനാകാത്ത മറ്റൊരു കൂട്ടം സ്ത്രീകളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിഷാദരോഗം പിടിപെട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയവർ, പോസ്റ്റ്മോർട്ടം സിൻഡ്രോം പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ കുടുങ്ങി എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പോലുമാകാതെ ഒരിടത്തു നിന്നും പിന്തുണ കിട്ടാതെ പെട്ടെന്നുണ്ടാകുന്ന കാരണത്തിന്മേൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുപോകുന്നവരാണ് ഇത്തരം സ്ത്രീകൾ. മാനസികമായ കരുതലും മെഡിക്കേഷനും നൽകിയാൽ ഒരിക്കലും അത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളാണ് ഈ കൂട്ടർ.
ഇത്തരക്കാരെ ഒരിക്കലും ക്രിമിനലുകൾ എന്ന നിലയിൽ വിചാരണ ചെയ്യാനാകില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കൊലപാതകത്തെ വളരെ നിസ്സാരമായ ഒരു സംഭവമായി കാണുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കൊലപാതകങ്ങൾക്ക് പുറമെയുള്ള മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയും ചെയ്യുന്നു. സ്ത്രീകളെ മുൻനിർത്തി ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ നിത്യേന ആവർത്തിക്കുന്നത് കണ്ടും കേട്ടും പഴകിയതുകൊണ്ട് തന്നെയാവണം കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകൾ ഏർപ്പെടുമ്പോൾ വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാവാത്തത്.